بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 101 ത്വാഹ സൂറത്തിൽ നിന്നുള്ള 51-ാമത്തെ ആയത്ത് മുതൽ എടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. قال ഫിറഔൻ പറഞ്ഞു. ഫിറഔനും മൂസ നബിയും കൂടിയുള്ള സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലിടയ്ക്കാണ് നമ്മൾ നിർത്തിയത്. കാല റബ്ബുനല്ലദീ ആയത്ത കാല ഫമർ റബ്ബുക്കുമായ മൂസ എന്ന് ചോദിച്ചു ഫിറഔൻ. മൂസ, നിങ്ങളുടെ റബ്ബ് ആരാണ്? എനിക്കറിയില്ലല്ലോ, അതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ഫിറഔൻ ചോദിച്ചപ്പോൾ മൂസ നബി പറഞ്ഞു, കാല റബ്ബുനല്ലദീ ആയത്ത കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ് എല്ലാ സൃഷ്ടികൾക്കും എല്ലാ ചരാചരങ്ങൾക്കും അവയുടെ നേച്ചുറലായ സ്വഭാവത്തെ കൊടുക്കുകയും പിന്നെ അതിനെ ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ആളാണ് ഞങ്ങളുടെ നാഥൻ എന്നാ പറഞ്ഞു കൊടുത്തത്. ഇതിൽ വളരെയധികം തെറ്റങ്ങൾ ഒതുങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഓരോ വസ്തുക്കളെയും ലോകത്തുള്ള സർവചരാചരങ്ങൾക്കും അവരുടെ നേച്ചുറലായ സ്വഭാവത്തിന് പുറമെ അള്ളാഹു അവരുടെ നേരായ വഴിയിലേക്ക് ചേർക്കുകയും ചെയ്യും. അപ്പൊ ഇത് വളരെയധികം അർത്ഥവത്തായ ഒരു വാചകമാണ്. പിന്നെ ഫിറഔൻ ചോദിച്ചത് കാലഫമാ ബാലു ഖുറൂനിൽ ഊല. അങ്ങനെയാണെങ്കിൽ പഴയ ആളുകളൊക്കെ, പഴയ കാലത്തുള്ള തലമുറകളൊക്കെ അവരുടെ സ്ഥിതി എന്താണെന്നാ ചോദിക്കുന്നത്. കാല ഫിറഔൻ ചോദിച്ചു, ഫമാ ബാലുൽ ഖുറൂനി. കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന തലമുറകളുടെ ഹാൽ എന്താണ്, സ്ഥിതി എന്താണ്? അവരിവിടുന്ന് മരിച്ചു പോയിട്ടുണ്ട്, ആരും തിരിച്ചു വന്നിട്ടില്ല, അവർക്ക് ബായ്സ് ഉണ്ടായിട്ടില്ല, അവർക്ക് ഹിസാബ് ഉണ്ടായിട്ടില്ല. അപ്പോ അവരുടെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ചപ്പോ മൂസ നബി അലൈഹിസ്സലാം പറയുന്നത്, നീ പറയുന്നത് ശരിയാണെങ്കിൽ അവരുടെയൊക്കെ സ്ഥിതി എന്താണ് എന്നാണ് ഫിറഔൻ ചോദിച്ചത്. മൂസ നബി പറഞ്ഞു, ഇൽമുഹാ, അവരെ പറ്റിയുള്ള അറിവ്, എന്റെ റബ്ബിന്റെ അടുക്കൽ, ഫീ കിതാബിൻ, ഒരു രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ലാ യളില്ലു റബ്ബി, എന്റെ റബ്ബും പിഴക്കുകയില്ല, വലാ യൻസാ, അവൻ ഒന്നും മറന്നു പോയില്ല. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന് അറിയാം. ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളുടെയും, ദുനിയാവിലും എവിടെയും ഉള്ള സൃഷ്ടികൾ, അവരുടെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ അവരുടെ കാര്യങ്ങളെല്ലാം എഴുതി റെക്കോർഡ് ചെയ്ത് ഒരു രേഖയിൽ അല്ലാഹു സൂക്ഷിച്ചിട്ടുണ്ട്. അല്ലാഹു പിഴക്കുകയോ മറന്നു പോവുകയോ ഇല്ല. മൂസ നബി പറഞ്ഞു, ഇൽമുഹ, അവരെ പറ്റിയുള്ള അറിവ്, ഈ മുൻകഴിഞ്ഞ തലമുറകള് ഇവിടുന്ന് മരിച്ചു പോയിട്ടുണ്ടല്ലോ, അവരെ പറ്റിയുള്ള അറിവ്, റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കൽ, ഫീ കിതാബിൻ, ഒരു രേഖയിൽ ഉണ്ട്. ലാ യളില്ലു റബ്ബി, എന്റെ റബ്ബ് പിഴക്കുകയില്ല, വലാ യൻസാ, അവൻ മറന്നു പോയില്ല. അതും ലൗഹുൽ മഹ്ഫൂദാണ്. അവരെ പറ്റിയുള്ള അറിവുകളെല്ലാം റെക്കോർഡ് ചെയ്ത് ലൗഹുൽ മഹ്ഫൂദിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നർത്ഥം. എന്റെ റബ്ബിന് പിഴവ് സംഭവിക്കുകയില്ല, അവനെ തൊട്ട് ഒരു അറിവും ഇല്ലാതെ നഷ്ടപ്പെട്ടു പോവുകയില്ല.
ഇത് ഇങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അവനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ട് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയലാണ്. ഇനി അവനോട് ധരിപ്പിക്കുക. റബ്ബ് അല്ലദീ ജഅല ലക്കുമുൽ അർള മഹദൻ الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى. 53-ാമത്തെ ആയത്ത്. അല്ലദീ എങ്ങനെയുള്ള അള്ളാഹുവാണ്, റബ്ബാണ്, ജാലലക്കും നിങ്ങൾക്ക് അവൻ ആക്കി തന്നു അല്ല ഭൂമിയെ മഹദൻ ഒരു തൊട്ടിൽ പോലെ ആക്കി തന്നു. ഒരു തൊട്ടിൽ പോലെ ആക്കി തന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ സ്ഥിരമായി നിലകൊള്ളാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്താൽ കഴിയുന്നു. തന്നെയല്ല സലക്ക ഫീഹ അതിൽ അവൻ ഉണ്ടാക്കി തന്നു സുബുലൻ വഴികളെ. ഭൂമിയിൽ പലതരം വഴികളുണ്ട്. ആ വഴി അറിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലത്ത് പോകാനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കി തന്നു അല്ലാഹു തആല. വഅൻസല മിനസ്സമായി ആകാശത്തിൽ നിന്ന് അവൻ ഇറക്കി വെള്ളത്തെ, മഴ പെയ്ത് വെള്ളം കിട്ടുന്നു. അങ്ങനെ മഴ പെയ്ത് കിട്ടുന്ന വെള്ളം ഫഅഖ്റജ്നാ ബിഹി അതുകൊണ്ട് നാം ഉൽപ്പാദിപ്പിക്കുന്നു. ഫഅഖ്റജ്നാ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു ബിഹി ആ വെള്ളം കൊണ്ട് അസ്വാജൻ ഇണകളെ മിൻ നബാത്തിൻ സസ്യങ്ങളിൽ നിന്ന് ശത്താ വ്യത്യസ്തമായ സസ്യങ്ങളിൽ നിന്ന് ഇണകളെ നാം ഉൽപ്പാദിപ്പിക്കുന്നു. പല ജോഡികൾ, ഒരേ സസ്യങ്ങളിൽ നിന്ന് പല ജോഡികളെ അല്ലാഹു തആല ഉൽപ്പാദിപ്പിക്കുന്നു. അല്ലദീ എങ്ങനെയുള്ള അല്ലാഹു ജഅലലക്കും നിങ്ങൾക്ക് മുൻണ്ടാക്കി തന്നു അല്ല ഭൂമിയെ മഹദൻ ഒരു തൊട്ടിലായിട്ട് രൂപപ്പെടുത്തി തന്നു. വസലക ലക്കും ഫീഹാ സുബുലാ അവൻ ഉണ്ടാക്കി തന്നു ഫീഹാ ഭൂമിയിൽ സുബുലൻ പലതരം വഴികളെ. വഅൻസല അവൻ ഇറക്കി തന്നു മാഅൻ വെള്ളത്തെ ഫഅഖ്റജ്നാ ബിഹി എന്നിട്ട് ആ വെള്ളം കൊണ്ട് അവൻ ഉൽപ്പാദിപ്പിച്ചു ബിഹി മാഅൻ വെള്ളത്തെ അല്ല ഫഅഖ്റജ്നാ ബിഹി ആ വെള്ളം കൊണ്ട് അവൻ ഉൽപ്പാദിപ്പിച്ചു അസ്വാജൻ മിൻ നബാത്തിൻ ശത്താ പലതരം വ്യത്യസ്തമായ സസ്യാദികളിൽ നിന്ന് ഇണകളെ അവൻ ഉൽപ്പാദിപ്പിച്ചു. അപ്പൊ ഇങ്ങനെല്ലാം ചെയ്ത അള്ളാഹുവാണ്. ആ അള്ളാഹു പിഴക്കുകയില്ല, മറന്നുപോയില്ല ഒന്നും. 54-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു കുലൂ വറഉ അന്നാമക്കും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിയുമിന്നുഹാ. കുലു നിങ്ങൾ ഭക്ഷിക്കുക വറഉ നിങ്ങൾ മേയ്ക്കുക അന്നാമക്കും നിങ്ങളുടെ കാലികളെ കന്നുകാലികളെ. അന്നാമ എന്ന് പറഞ്ഞാൽ കന്നുകാലികളാണ്. ഡൊമസ്റ്റിക് വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങളാണ് കന്നുകാലികൾ. അപ്പോ കന്നുകാലികളെ മേയ്ക്കാനും നിങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളായിട്ട് ഉപയോഗിക്കാനും കഴിയും ഈ സസ്യാദികളിൽ നിന്ന് പലതും. വരുവാൻ അന്നാമക്കും നിങ്ങൾ അവിടെ ഈ കന്നുകാലികള് മേഞ്ഞു തിന്ന് അവയ്ക്കെല്ലാം വളരെയധികം നല്ല നിലയിലുള്ള ആരോഗ്യമുള്ള കാര്യങ്ങളായി മാറാനും ഇതൊക്കെ ഉപകരിക്കും. അപ്പൊ കുലു വറഉ അന്നാമക്കും കുലു നിങ്ങൾ ഭക്ഷിക്കുക വറഉ അന്നാമക്കും നിങ്ങളുടെ നിഅമകളെ. നിഅം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലികളെ നിങ്ങൾ മേയ്ക്കുകയും ചെയ്യുക. ഇന്ന ഫീ ദാലിക തീർച്ചയായും ഇതിലെല്ലാം ഉണ്ട് ലആയാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട്.
ലിയുലിന്നുഹാ, ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള പല ദൃഷ്ടാന്തങ്ങളും ഈ പറഞ്ഞതിലുണ്ട്. നിങ്ങള് ജഅലലക്കും തുറക്കൻ യസ്ലുകൂന ഫീഹാ ലിഖളാഇ മസാലിഹിക്കും, അല്ലാഹു തആല ഭൂമിയെ പടച്ചു, ഭൂമിയിൽ നിന്ന് വഴികൾ ഉണ്ടാക്കി തന്നു. വഴികളിലൂടെ നിങ്ങൾ പ്രവേശിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും. ആ വഴിയിലൂടെ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നു, മഴയാൽ മേഘങ്ങളിൽ നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നു. ആ വെള്ളമാണെങ്കിലോ വളരെ ശുദ്ധജലമാണ്, ഒരു കലർപ്പമില്ലാത്ത ജലം. അതുകൊണ്ട് മനുഷ്യനും കുടിക്കാൻ പറ്റും, മൃഗങ്ങൾക്കും സസ്യാദികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. വ്യത്യസ്തമായ സസ്യാദികളിൽ നിന്ന് ഇണകളെ അവൻ ജോഡികളെ സൃഷ്ടിക്കുന്നു. കാലികളെ മേയാൻ വിട്ടുകൊടുക്കാം ഈ സസ്യാദികളിലേക്ക്. അപ്പൊ ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ വഹദാനിയത്ത്, ഏകത്വം, അള്ളാഹു ഉണ്ടെന്നുള്ളതിന് തെളിവാണ്. അതിന്റെ പുറമെ അവൻ ഏകനാണ് എന്നുള്ളതിനും തെളിവാണ് എന്നുള്ളത് ബുദ്ധിമാന്മാർക്ക് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഉലിന്നുഹാ, ബുദ്ധിമാന്മാർക്ക് വളരെ ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ കാര്യങ്ങളിൽ. 54-ാമത്തെ ആയത്ത്, കുലൂ വറഉ അൻആമക്കും ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഉലിന്നുഹാ. 54-ാമത്തെ ആയത്താണ് കുലൂ വറഉ അൻആമക്കും ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിന്നുഹാ. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഉലിന്നുഹാ, ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ വളരെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞു. 55-ാമത്തെ ആയത്ത്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മിൻഹാ, ഭൂമിയിൽ നിന്ന്, ഖലഖനാകും, നാം നിങ്ങളെ സൃഷ്ടിച്ചു. ആദം നബിനെ സൃഷ്ടിച്ചത് അങ്ങനെയാണല്ലോ. ആദ്യമായിട്ട് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചത് ആദം അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും മണ്ണെടുത്തുകൊണ്ടാണ് ആദം നബിയെ സൃഷ്ടിച്ചത്. ആദ്യമായിട്ട് മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി അല്ലാഹു തആല, വേറൊന്നിനെ കണ്ടുകൊണ്ട് ചെയ്തതൊന്നുമല്ല. ഓരോ അതേപോലുള്ള ഒന്ന് കണ്ടിട്ട് ചെയ്തതല്ല. ആദ്യമായിട്ട് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു മണ്ണുകൊണ്ട്. പിന്നെ ആ മനുഷ്യന് അള്ളാഹു റൂഹ് കൊടുത്തു, മനുഷ്യനാക്കി രൂപപ്പെടുത്തി. അപ്പം മിൻഹാ ഖലഖ്നാകും, മണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് നമ്മുടെ ആദ്യ പിതാവായ ആദം നബിയെ സൃഷ്ടിച്ചു. പിന്നെയുള്ള സൃഷ്ടികളെല്ലാം ആദം നബിയിൽ നിന്ന് ഹവ്വായിനെയും സൃഷ്ടിച്ചു റളിയല്ലാഹു അൻഹു. പിന്നെയുള്ള സൃഷ്ടികളൊക്കെ ഈ ലോകത്ത് ഉമ്മയുടെയും പിതാവിൻ്റെയും മാതാവിൻ്റെയും ബീജങ്ങളുടെ സങ്കലനമായിട്ടാണ് പിന്നുള്ള മനുഷ്യരൊക്കെ ഉണ്ടായത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈസാ നബി പുരുഷനില്ലാതെ ജനിച്ച ആളാണ്. മറിയം സൂറത്തിൽ വിശദമായി നമ്മൾ പറഞ്ഞു പിതാവില്ലാതെ ജനിച്ചത്. മാതാവില്ലാതെ ജനിച്ചത് ഹവ്വാ റളിയല്ലാഹു അൻഹ. പിതാവും മാതാവും ഇല്ലാതെ ജനിച്ചത് ആദം നബി. മാതാവില്ലാതെ ജനിച്ചത് ഹവ്വാ റളിയല്ലാഹു അൻഹ, ആദം നബിയുടെ ഭാര്യ, നമ്മുടെ വല്യമ്മ, മനുഷ്യവർഗത്തിന്റെ വല്യമ്മ, ഗ്രാൻഡ് മദർ.
അപ്പം മണ്ണിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചത്. വഫീഹ, മണ്ണിലേക്ക് നുഴയിതുക്കും, നിങ്ങളെ നാം മടക്കിക്കളയും. മണ്ണിലേക്ക് പോയാണല്ലോ നമ്മുടെയൊക്കെ അവസാനം. കാരണം മരിച്ചാൽ പിന്നെ കൊണ്ടുവെക്കുന്നത് എവിടെ? 6 അടി മണ്ണിൽ എന്നല്ലേ പേര് പറയാം. സാധാരണ പറയുന്നൊരു വാക്കാണ് 6 അടി മണ്ണിൽ. ഖബറ് കുഴിക്കുന്ന അവിടെ, എന്നിട്ട് ഖബറിൽ കൊണ്ടുവെക്കുക. അതിപ്പോ സമുദ്രത്തിൽ വെച്ച് മരിക്കുന്ന ആളുകളാണെങ്കിലോ അതും ഫലത്തിൽ അത് തന്നെയാണ്, മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നത്. വേറെ എവിടെ വെച്ച് മരിച്ചാലും അത് തന്നെയാണ് ഫലം, മണ്ണിലേക്കാണ് മടക്കം. അപ്പൊ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ, ആ മണ്ണിൽ നിന്ന് നുഖ്രിജുക്കും, നിങ്ങളെ നാം പുറത്തെടുക്കും, താറത്തൻ നുഖ്റ, മറ്റൊരിക്കൽ കൂടി. അപ്പൊ ആദ്യമായിട്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മണ്ണിലേക്ക് മടങ്ങും. നമ്മൾ മരിച്ചാൽ ഖബറിൽ വെക്കുക. അതാണ് ഫിഹാ നുഈദുക്കും നുഖ്രിജുക്കും താറത്തൻ നുഖ്റ, ഒരിക്കൽ കൂടി നിങ്ങളെ പുനർജന്മം നൽകിയ ഹിസാബിന് വിധേയമാക്കും. ഇവിടെ ജീവിച്ച കാര്യങ്ങളൊക്കെ വിചാരണ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭമുണ്ട്. അത് മരണപ്പെട്ട ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കും എല്ലാവരും. അങ്ങനെ പുനർജന്മം കൊടുക്കും. യാസീൻ സൂറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഞങ്ങളുടെ നാശമേ, ഈ ഉറക്കിൽ നിന്ന് ആരാണ് ഞങ്ങൾ ഉണർത്തി എന്ന് ചോദിച്ചുകൊണ്ട് അവർ എഴുന്നേൽക്കുന്നവർ. ഇതെല്ലാം നമ്മൾ യാസീൻ സൂറത്തിനെ സംബന്ധിച്ചുള്ള മുഴുവൻ വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. നമ്മളിൽ നിന്ന് ആരെങ്കിലും മരിച്ചു ഖബറടക്കി കഴിഞ്ഞാൽ ഖബറിന്റെ ആ മൂടുകല്ലെല്ലാം വെച്ച് മണ്ണ് ഇടുന്ന സമയത്ത് 3 പിടി മണ്ണ് 2 കൈ കൊണ്ട് ഫുള്ളായിട്ട് മണ്ണെടുത്ത് ഈ ആയത്ത് ഓതിക്കൊണ്ട് ഖബറിലേക്ക് ഇടല് വളരെ ശക്തിയായ സുന്നത്താണ്. അത് ഒഴിവാക്കാൻ പറ്റില്ല. അത് കൂടിയവർക്ക് മയ്യത്തിന് പ്രതിഫലം കിട്ടുന്ന ഒരു അമൽ കൂടിയാണ്. ദുആ ചെയ്യുന്നത് പോലെ ഒരമലാണ്. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് അവിടുന്ന് പോരേണ്ടി വന്നാൽ ഈ രംഗം കഴിഞ്ഞിട്ട് പോരലാവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മണ്ണ് വാരിയിടുക എന്ന് പറയുന്നത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. മയ്യത്ത് ദുആ ചെയ്യുന്നത് പോലെ തന്നെ പുണ്യമുള്ളതാണ്. ഒരാൾക്ക് ദുആന്റെ മുമ്പ് പോരണം എന്നുള്ള ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ അപ്പൊ ഇത് കഴിഞ്ഞിട്ടെങ്കിലും പോരാൻ വേണ്ടി ശ്രമിക്കണം. ഇത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്നുള്ള ആയത്ത് ഓതിയിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് ഖബറിലിട്ട്, അത് വളരെ ശക്തിയായ സുന്നത്താണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മണ്ണോട് ചേരും, മണ്ണോട് ലയിക്കും. നമ്മൾ മണ്ണിൽ നിന്ന് പോന്നവൻ മണ്ണിലേക്ക് തന്നെ. പിന്നെ ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയം ബാസിനും ഹിസാബിനും വേണ്ടി പുനർജന്മം. അതിനെ നിഷേധിക്കുന്ന പലരും ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം ഫിർഔനിന് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭമാണ്. പിന്നെ ഫിർഔനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയാണ് 56-ാമത്തെ ആയത്തിൽ, എല്ലാ ആയത്തുകളും നമ്മൾ അവന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൻ അതിനെല്ലാം തള്ളിപ്പറയുകയും അവൻ നമ്മളെ എതിർത്ത് ധിക്കരിക്കുകയും ചെയ്തു എന്നാണ് അടുത്ത ആയത്തിൽ പറയാൻ പോകുന്നത്. വലഖദ് അറൈനാഹു ആയാതിനാ
كلها فكذب وعصى. 56-ാമത്തെ ആയത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ വീഡിയോയും സബ്സ്ക്രൈബ് ചെയ്യുക. മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.